ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് തിരക്കിലായി പോയി. സോ ഇപ്പോഴാണ് കുറച്ച് ടൈം കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഡാവിഞ്ചി റിസോൾവിൻ്റെ അത്യാവശ്യം നല്ല ഫെമിലിയർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉള്ള ഒരു റിലീസാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് ഡാവിഞ്ചി റിസോൾവ് 20.2 പുതിയ ഒരു റെവല്യൂഷൻ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയറുകളിലും റെവല്യൂഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് ഇല്ലേ, അത് ഭയങ്കരമായിട്ട് ഈ സോഫ്റ്റ്വെയർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ ഇത് R3D എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഫോർമാറ്റാണ്. അതായത് റെഡ് ഡിജിറ്റൽ ക്യാമറയുടെ റോ ഫോർമാറ്റിനെ വിളിക്കുന്ന പേരാണ് R3D. എല്ലാ ക്യാമറകൾക്കും ഉണ്ടാവും ആരി റോ, ക്യാനൺ റോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓൾറെഡി ഇതിലിപ്പോൾ എന്താ പ്രത്യേകത എന്നുള്ളത്. ഈ മാസം 9-ാം തീയതി ഒരു വലിയൊരു അപ്ഡേറ്റ് നടന്നിട്ടുണ്ട്. കാരണം എല്ലാവരും ഫിലിം മേക്കിംഗ്, സിനിമ അങ്ങനെയുള്ള ലെവലിലോട്ട് കോമ്പാക്ട് സൈസിലുള്ള ക്യാമറകൾ ഇറക്കാൻ തുടങ്ങി. അതായത് ക്യാനൻ്റെ C50, നിക്കോണിൻ്റെ ZR, ഫുജിയുടെ എറ്റേണ, അങ്ങനെ ഒരുപാട് മോഡൽസ് ഇറക്കി. സോ നിങ്ങൾക്കറിയാം നിക്കോൺ എന്ന ക്യാമറ ബ്രാൻഡ് റെഡ് എന്ന് പറയുന്ന ക്യാമറ ബ്രാൻഡിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. സോ അതിൽ R3D എന്ന് പറയുന്ന ഫോർമാറ്റാണ് ഉള്ളത്. അതായത് അത് വന്നപ്പോൾ ഒരു പുതിയൊരു ടെക്നോളജിയായി മാറിയപ്പോൾ പഴയ R3D ഫോർമാറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ R3D സപ്പോർട്ട് ചെയ്യില്ല. സോ കാണുമ്പോൾ ഇത് R3D എന്നാണെങ്കിലും ഈ ഫോർമാറ്റിനെ വിളിക്കുന്ന പേര് R3D NE എന്നാണ്. സോ അത് സപ്പോർട്ട് ചെയ്യുന്നത് 20.2 എന്ന വേർഷൻ മുതൽ മാത്രമാണ്. തൊട്ട് മുന്നേയുള്ള വേർഷനിൽ വരെ ഒന്നും നടക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. സോ 20.2ലാണ് R3D NE എന്ന് പറയുന്ന ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുള്ളൂ. സോ നിങ്ങൾക്ക് ഒരു റെഡ് ഡിജിറ്റൽ ക്യാമറ വേണമെന്നില്ല. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 2 lakhs ക്യാമറയിൽ റെഡിൻ്റെ കളർ സയൻസും ടെക്നോളജിയും റോ ഫോർമാറ്റും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ്, നിങ്ങൾ പ്രോറസ് റോ എന്ന് കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് ഇൻവെന്റ് ചെയ്തൊരു കോഡക്കാണ് അല്ലെങ്കിൽ ഒരു ഫയൽ ഫോർമാറ്റ് ആണ് എന്ത് പ്രോറസ് എന്നുള്ളത്, ആപ്പിൾ പ്രോറസ്. അപ്പോൾ അതിൻ്റെ തന്നെ റോ ഫോർമാറ്റുകൾ പല ഫീൽഡ് മോണിറ്റേഴ്സിലും റെക്കോർഡേഴ്സിലും ഒക്കെ അപ്ഡേറ്റ് ആവാൻ തുടങ്ങി. സോ നമുക്കത് റെക്കോർഡ് ചെയ്താലും ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, DNG ആയിട്ട് കൺവേർട്ട് ചെയ്യണമായിരുന്നു. എന്നാലാണ് ഡാവിഞ്ചിയിൽ എടുക്കുള്ളായിരുന്നു, ഡയറക്റ്റ് എടുക്കില്ല. സോ R3D NE അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ പ്രോറസ് റോ ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ബട്ടർ സ്മൂത്ത് ആയിട്ട് പ്ലേ ആവുന്നത് കണ്ടില്ലേ. സോ ആ ഒരു ഫോർമാറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി കളറിങ്ങിലോട്ട് നമ്മൾ പോവാണ്. സോ സ്പ്ലിറ്റ് ഓൺ നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മളെല്ലാവരും ലൈറ്റ് റൂമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ, ഷാഡോസ് ഏരിയ, ഇതിൻ്റെ രണ്ടിൻ്റെയും കളേഴ്സിനെ അല്ലെങ്കിൽ ടിൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്ത് ലുക്ക് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ലൈറ്റ് റൂമിൻ്റെ സെയിം സിനാരിയോ തന്നെയാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിരുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ഓൺ വലിച്ചിടാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രീസെറ്റ് സ്വാഭാവികമായിട്ടും വരും. സോ അതിൻ്റെ ഒരു പ്രീ ബിൽഡ് ലുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും വരും. കണ്ടില്ലേ, നിങ്ങൾ നോക്കി ഹൈലൈറ്റിൽ ടോൺ ഉണ്ട്, ഷാഡോസിൽ ടോൺ ഉണ്ട്. സോ അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നാച്ചുറലായിട്ട് അവർ തരുന്ന പ്രീസെറ്റാണ്. നമുക്കത് വേണ്ട. നമുക്ക് വേണമെങ്കിൽ സ്ട്രോങ് നോക്കാം. കണ്ടില്ലേ, വേറൊരു ലുക്കിലോട്ട് മാറണം. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്ത് അതിൻ്റെ കണ്ടില്ലേ ലുക്സൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കസ്റ്റം ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ലുക്ക് അവിടെ വന്നിട്ടുണ്ട്. സോ ഷാഡോസ് ഉണ്ട്, ഹൈലൈറ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഷാഡോസിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ച് നോക്കാം, ഹൈലൈറ്റിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ച് നോക്കാം. കണ്ടില്ലേ, ഓക്കെ. നമുക്ക് ഏത് ടോണിലോട്ടാണ് ഹൈലൈറ്റ് വേണ്ടത്, ഏത് ടോണിലോട്ടാണ് ഷാഡോസ് വേണ്ടത്, അങ്ങനെ നമുക്ക് കളർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു വേറൊരു സ്റ്റേജും കൂടിയാണത്. ഒരു പ്രത്യേക ലുക്ക് കിട്ടാൻ, ഒരു ഫിലിം ലുക്ക് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടിയിട്ട് നോക്കാം. കണ്ടില്ലേ, ഇത്രയും പുഷ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കളർ ഏത് ടോണിൽ വേണമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഫുള്ള് സ്ട്രെങ്ത്തിന് ഇട്ടിട്ട് നമുക്ക് ഹ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു ഓറഞ്ച് റെഡ് അല്ലെങ്കിൽ ആണോ റെഡിലോട്ട് പോയി അതൊക്കെ വാമിൽ കൊണ്ടുവന്ന് നിർത്തി. ഓക്കെ, എന്നിട്ട് എനിക്ക് സ്ട്രെങ്ത് ആണ് കുറക്കാം, ഫുള്ളായിട്ട് കുറക്കാം. ജസ്റ്റ് അങ്ങനെ വെക്കാം. ഇതേപോലെ ഷാഡോസിനെയും പുഷ് ചെയ്യുന്നു. ഇതൊരു ഗ്രീൻ ടിൻ്റാണ് കിടക്കുന്നത്, നമുക്കത് വേണ്ട. എനിക്ക് വേണ്ടത് ഒരു ടീൽ ബ്ലൂ ആണെങ്കിൽ ഓക്കെ, അതങ്ങനെ വെച്ചിട്ട് അതൊക്കെ അതിൻ്റെ സ്ട്രെങ്ത് കുറച്ചാൽ കണ്ടോ നോക്കി വേറൊരു ലുക്ക് വന്നുണ്ടോ. നമുക്കതിനെ പിവോട്ട് ചെയ്തിട്ട് എൻ്റെ കണ്ടില്ലേ ബാലൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഏതിന് കൂടുതൽ ഇൻറ്റൻസിറ്റി കൊടുക്കണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കണ്ടില്ലേ ഷാഡോസിനെ പുഷ് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്യാം. ഓക്കെ, ഇനി ഫോർത്ത് വൺ. സോ സിനിമാറ്റിക് ഹേസ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടാം, ടൈം കൊടുക്കുക. സോ എന്ത് ചെയ്യും, അത് ലോഡായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡെപ്ത് മാപ്പിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ എവിടേക്കാണ് ഹെയ്സ് വേണ്ടതെന്നുള്ളത് കണ്ടില്ലേ, ഹെയ്സ് എവിടേക്കാണ് എഫക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. കണ്ടല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിൻ്റെ ഫാർ ലിമിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിയർ ലിമിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഇവിടെ വരെ മതി, എനിക്ക് ഈ ഒരു പോർഷൻ മതി, ഇങ്ങോട്ട് വേണ്ട എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ മരവും കഴിഞ്ഞ് കുറച്ച് ഇത് ഇവിടെ മതി എന്ന് വിചാരിക്കുക. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ വരെ നിർത്തിയിട്ട് ഡെപ്ത് മാപ്പ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഹെയ്സ് ആഡ് ചെയ്യാൻ പോകണം കേട്ടോ, ക്ലൈമറ്റിലേക്ക് ഹെയ്സ് ആഡ് ചെയ്യാൻ പോകണം. സോ നമുക്ക് എന്തുണ്ട്, ഇതിൻ്റെ ഈ മരത്തിൻ്റെ അപ്പുറത്തോട്ട് ഡെപ്ത് മാപ്പ് കൺട്രോൾ വെച്ചേക്കണോണ്ട് എനിക്ക് ഇവിടെയൊക്കെ ഹെയ്സ് ആഡ് ചെയ്യാം. ഡെൻസിറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഒരു മൂഡ് വന്നാണ്ടോ, ആക്ച്വലി ഒരു എന്താ പറയുക ഡ്രീം പോലെ വന്നുണ്ടോ. ആക്ച്വലി ഒരു ഹെയ്സ് ഇല്ല, നിങ്ങൾക്കത് കാണാം. കണ്ടില്ലേ, ബട്ട് നമ്മുടെ ഹെയ്സ് ആഡ് ചെയ്തു, ഡിജിറ്റലി ഹെയ്സ് ആഡ് ചെയ്തപ്പോൾ കണ്ടില്ലേ ഒരു ഫോഗി ഫീൽ വന്നു. സോ മാനുവലി അല്ലെങ്കിൽ ഡിജിറ്റലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഹെയ്സൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 4 എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നിയ വെരി അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങളൊരു സ്റ്റെപ്പും കൂടി മേളിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുള്ളൂ, ചുമ്മാ നോർമൽ ട്രക്കിൽ ഷൂട്ട് ചെയ്യുന്നൊരു പരിപാടി നമുക്ക് ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരകമായിട്ടുള്ള ഉപകാരമൊന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല. ബട്ട് കളറിങ്ങിലുള്ള 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. റോ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഭയങ്കര സമാധാനമുണ്ട്, ഇപ്പോൾ സന്തോഷമുണ്ട്. കുറേ റോ ഫുട്ടേജ് വന്നിട്ട് സ്റ്റക്ക് ആവലാണ്. സോ ഇനി ആ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല. വാട്ടർ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.